നമ്മളിൽ ഭക്തി എന്ന വികാരം ഉണർന്നിരിക്കുന്നു. ഭക്തിയുടെ വിത്ത് നമ്മളിൽ മുളച്ചിരിക്കുന്നു. ഇതെങ്ങനെ തിരിച്ചറിയാം? അതിന് നിങ്ങൾ ഭാവനകളെ ഉണർത്തേണ്ടതുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഒരു കാര്യം ചെയ്യാൻ എന്താണ് വേണ്ടത് എന്ന്. മനസ്സിനെ ഏകാഗ്രമാക്കി ആ കാര്യത്തിലേക്ക് ശ്രദ്ധ ഊന്നുന്നവർക്ക് മാത്രമാണ് അത് സാധിക്കുന്നത്. ഭാവനകളെ ഏകീകരിക്കപ്പെട്ടാൽ, ഉണർത്തപ്പെട്ടാൽ, കാര്യസാധ്യത്തിനായി നിങ്ങളുടെ മനസ്സിൽ ഉത്സാഹം നിറയുന്നു, ശരീരം തയ്യാറെടുക്കുന്നു, ഉദ്ദേശശുദ്ധിയോടെ നിങ്ങൾ അതിനായി ഒരുങ്ങുന്നു. സ്വയം ഉള്ളിൽ നിന്നും തന്നെ കർമ്മനിരതനാവാനുള്ള ഒരു വിളി ഉയർന്നു വരുന്നു. താല്പര്യങ്ങളില്ലാത്ത, ഭാവനകളില്ലാത്ത ഒരുവന് കർമ്മം ചെയ്യാൻ മറ്റുള്ളവരുടെ സമ്മർദ്ദം വേണ്ടി വന്നേക്കാം. ഭാവനകൾ എന്നത് വ്യക്തിത്വത്തിന്റെ മൂലാധാരമാണ്. ആശയങ്ങൾ തലയ്ക്ക് പിടിച്ച ഒരുവൻ പാതിരാത്രിയിലും അതിനായി ഉറക്കമളയ്ക്കും. നിങ്ങൾ എത്രമാത്രം പഠിപ്പിച്ചാലും, ശീലിപ്പിച്ചാലും, പ്രോത്സാഹിപ്പിച്ചാലും, ഭയപ്പെടുത്തിയാലും ഉള്ളിൽ സ്വയം അഗ്നി ജ്വലിപ്പിക്കാത്ത ഒരുവനിൽ ക്രിയാത്മകത ഉണരില്ല.